ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ തൊഴുത്തിലോട്ട് പോകണം കേട്ടോ. കുറേ ദിവസമായില്ലേ നമ്മളിങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ തൊഴുത്തിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാലൊക്കെ കറന്നു കഴിഞ്ഞാൽ അത് കറക്കുള്ളൂല്ലേ, കഴിഞ്ഞു പോവും, തുടങ്ങുള്ളൂ. ഞാൻ വിചാരിച്ചു പാലൊക്കെ കറന്നു കഴിഞ്ഞു. ഇതുണ്ടായി കുഞ്ഞ് നിൽക്കുന്നോട് ഈ കുഞ്ഞുവിൻ്റെയാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടാവുക അല്ലേ. പാല് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. പുകയിട്ടിട്ടില്ലേ? നമുക്ക് പുകയിട്ട് ഒന്നുകൂടെ കത്തിച്ചിട്ട് തരാം കേട്ടോ. അപ്പോൾ കത്തിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ, പുകയാട്ടെ. ഞാൻ കത്തിച്ചപ്പോൾ അത് മേലേക്ക് ഇനി അല്ല, ഇനി ചകിരി എടുത്തതിന് മേത്ത് വയ്ക്കുമല്ലോ. ചകിരി മേലെ വെച്ചാൽ പുകയുള്ളൂ. വേണ്ട, ചകിരി മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്കൂസ് ഉറങ്ങുകയാണ്. ഇന്ന് ഞാൻ പുലർച്ചയ്ക്ക് അണിച്ചു വിടും. നമ്മൾ കുറേ ആയില്ലേ പുലർച്ചയ്ക്ക് പാലിറക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടില്ല. ഇപ്പോൾ പുലർച്ചെ പറഞ്ഞപ്പോൾ സമയം 6 മണിയായിട്ടാ. എന്താ നമ്മുടെ കൊയ്യാക്കിയൊക്കെ ഉണ്ടാകാം, കൊഴുത്ത് നിൽക്കുന്നതന്നെ. അമ്മും കുഞ്ഞുമൊക്കെ ഈറ്റിങ്ങിലാണ്. അപ്പോൾ ഇതാ പാലിറക്കി. അപ്പോൾ നമുക്ക് കറന്നായിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ കറവ് കഴിഞ്ഞപ്പോൾ പാല് പാത്രത്തിലിട്ട് പകർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുട്ടീനെ കുടിപ്പിക്കാറേ ഇല്ലല്ലേ. ഇപ്പോൾ കുടിപ്പിക്കാണ്ട് കറന്ന് അപ്പൂന് അങ്ങനെ ശീലമായി. കഴിഞ്ഞാ ഒരു തവണയല്ലേ കറക്കുള്ളൂ. കുട്ടീനെ കുടിപ്പിക്കാത്തതുകൊണ്ട് ഒറ്റ തവണയിൽ തന്നെ അപ്പോൾ കറന്നെടുക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ പുകഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ പാലും കറന്നു കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ടില്ലേ എന്തത് ആളെ ഈച്ച എന്തോ കടിച്ചിട്ടാവുന്നു കേട്ടോ. അല്ലേ കുഞ്ഞല്ല അമ്മു. എനിക്ക് അമ്മുവിനും കുഞ്ഞിൻ്റെ പേര് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. കുറച്ച് പാലം അങ്ങോട്ട് ചിന്തിപ്പോയി. പിന്നെ ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകും കേട്ടോ. പുകഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ല. മിക്കൂസ് എണീക്കാത്തതുകൊണ്ട് കേട്ടോ ധൈര്യത്തിൽ ഇവിടെ നിൽക്കണത്. മിക്കൂസ് എണീറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ എത്തണം. അപ്പോൾ ഇതാണ് നമ്മളുടെ തൊഴുത്തിലെ അവസ്ഥ കേട്ടോ. രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ പാല് ഇറക്കലും. ഇപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടേക്ക് ഇവരെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ വൃത്തികേടായതാട്ടോ. നമ്മൾ അടിച്ച് വൃത്തിയാക്കിയാലും ഇവർ രണ്ടാളും ഇപ്പോൾ ഇവിടെയല്ലേ കെട്ടിയിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും പോത്ത് വാങ്ങിക്കണം എന്നൊക്കെയാണ് പറയണത്. അതും മൊറാപ്പോത്ത് വാങ്ങിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അറിയില്ല, നോക്കാം നമുക്ക്. മൊറാപ്പോത്ത് വാങ്ങിക്കണോ വേണ്ടേന്നൊക്കെ. എനിക്ക് പോത്തിനോടേ താല്പര്യമില്ല കേട്ടോ. അപ്പൂന് താല്പര്യമുണ്ട്. ഇപ്പോൾ പാല് കറന്ന് കഴിയട്ടെ. അപ്പോൾ ലാസ്റ്റത്തെ പാലും കറന്ന് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ടില്ലേ എന്തത് ആളെ ഈച്ച എന്തോ കടിച്ചിട്ടാവുന്നു കേട്ടോ. അല്ലേ കുഞ്ഞല്ല അമ്മു. എനിക്ക് അമ്മുവിനും കുഞ്ഞിൻ്റെ പേര് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. കുറച്ച് പാലം അങ്ങോട്ട് ചിന്തിപ്പോയി. പിന്നെ ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകും കേട്ടോ. ഇതാണ് നമ്മളുടെ തൊഴുത്തിലെ അവസ്ഥ കേട്ടോ. രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ പാല് ഇറക്കലും. ഇപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടേക്ക് ഇവരെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ വൃത്തികേടായതാട്ടോ. നമ്മൾ അടിച്ച് വൃത്തിയാക്കിയാലും ഇവർ രണ്ടാളും ഇപ്പോൾ ഇവിടെയല്ലേ കെട്ടിയിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും പോത്ത് വാങ്ങിക്കണം എന്നൊക്കെയാണ് പറയണത്. അതും മൊറാപ്പോത്ത് വാങ്ങിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അറിയില്ല, നോക്കാം നമുക്ക്. മൊറാപ്പോത്ത് വാങ്ങിക്കണോ വേണ്ടേന്നൊക്കെ. എനിക്ക് പോത്തിനോടേ താല്പര്യമില്ല കേട്ടോ. അപ്പൂന് താല്പര്യമുണ്ട്. ഇപ്പോൾ പാല് കറന്ന് കഴിയട്ടെ. കഴിച്ച് പുറത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഡബിൾ പണിയാവും കേട്ടോ. അവിടെയൊക്കെ ആകുമ്പോൾ അത്ര പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് വെളിയിൽ കെട്ടിയിട്ടതാ. അവൾക്ക് ഇതൊരു പക്കറ്റ് കഞ്ഞിൻ്റെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പോൾ പാലും കറന്ന് കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ പാലൊക്കെ കറന്ന് അവിടെ വെള്ളം ഒഴിച്ച് വിടണോ? അവിടെ ഒരു കൂടം വെള്ളം എടുത്തിട്ട് ഒഴിച്ച് വിടണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈച്ച വരും. എന്താ നമ്മുടെ പാൽപാത്രം പാലും കൊണ്ടപ്പോൾ സൊസൈറ്റിക്ക് പോകും. നമുക്ക് പാത്രം അടച്ച് വയ്ക്കണം കേട്ടോ. ആ തീൻ്റെ മാറ്റിയാൽ അത് അവിടെ ഇല്ലേ, ആ പുകയുടെ ഒന്ന് മാറ്റിയാലേ അവിടെ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. ഈ വെള്ളം നമുക്കിടയ്ക്ക് ഒഴിക്കാം. അപ്പം മാറിക്കും.
ഞാൻ ക്ലീൻ ചെയ്യാം. അപ്പോൾ പൊക്കോ. അപ്പോൾ ഇത് വേണ്ട ഇവിടെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തവിട് ഇതാക്കി വയ്ക്കാം. മേറ്റെടുത്ത് വയ്ക്ക്. മാറ്റ് മാറ്റി വെച്ച് തരാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കണ്ട ഞാൻ ഇവിടെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാം. അപ്പോൾ പൊക്കോ. ഇതവിടെ വൈക്കോലുണ്ട്, അങ്ങോട്ടാക്കി വയ്ക്കാം. എന്നുണ്ട് ഈ വൈക്കോൽ അടിച്ച് ഇതാ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പാല് കറക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കഴുകി അടിച്ച് വൃത്തിയാക്കി ഇടണ്ട. എന്നിട്ട് നമ്മൾ പശുക്കളിന് ഇതാ ഇതുപോലെ ഒഴിച്ച് പുറത്ത് കെട്ടിയിടണ്ട. അപ്പോൾ നമ്മളിതാ പാലൊക്കെ കറന്നു കഴിഞ്ഞാൽ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പശുക്കളിന് വെളിയിൽ ഒഴിച്ച് കെട്ടിയതാ. അവിടെ ഫുള്ളും വൈക്കോലും ഇങ്ങനെ മല പോലെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചാരമൊക്കെ കൂടെ ക്ലീൻ ചെയ്തിടണം. കണ്ടോ നന്നായി കത്തുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുൾ വൃത്തികേടായിരിക്കും. എന്താ കണ്ട അവിടെയൊക്കെ ഫുൾ ക്ലീൻ ചെയ്തതാണ്. ഇപ്പോൾ രാവിലെ തൊഴുത്തി വന്ന പാല് കറക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ തൃപ്തിയാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എന്താ ഇവിടെ വേണ്ട ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ വൈക്കോലൊക്കെ അത് കത്തിക്കഴിയുമ്പോൾ ഇത് കുറേശ്ശെ കൊണ്ടുപോയിട്ട് അതിൽ തന്നെ കൂടെ ഇട്ടിട്ട് കത്തിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എടുത്തു തരാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ പാലും ഒഴിക്കാൻ പോയിട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കഴിഞ്ഞിരിക്കും. ബൈ.